ഷൊർണൂരിലും പാർട്ടിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണത്തെ മുഖ്യ പ്രതിപക്ഷമായത് 9 വാർഡുകളിൽ ജയിക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. ഇത്തവണ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള ഒരു കാൽക്കുലേഷൻ പാർട്ടിക്കുണ്ട്. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ മറ്റ് മുനിസിപ്പാലിറ്റികൾ, ഇരിങ്ങാലക്കുട, അവിടെ 8 വാർഡുകളിൽ കഴിഞ്ഞ തവണ BJP ജയിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒറ്റപ്പാലത്ത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് 9 വാർഡുകളിൽ കഴിഞ്ഞ അതായത് 2020 ഇലക്ഷനിൽ BJPക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു വമ്പൻ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പാർട്ടി. ഒരുപക്ഷെ ഒറ്റപ്പാലം, ഷൊർണൂർ, ഇരിങ്ങാലക്കുട ഇത്തരം പ്രദേശങ്ങളിലൊക്കെ ഒരു വമ്പൻ മുന്നേറ്റം, അതായത് ഭരണത്തെ സ്വാധീനിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടൊക്കെ മാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇത് പൊതുവേ ഈ ക്രോസ് വോട്ടിംഗ്, അതുകൂടാതെ UDF LDF അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. കാരണം BJP ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ടാക്ടിക്സ് ഒക്കെ UDFും LDFും സ്ഥിരമായിട്ട് പയറ്റാറുണ്ട്. അത് ഇലക്ഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അതും ഫൈനൽ റിസൾട്ടിനെ കൃത്യമായിട്ട് നിർണ്ണയിക്കും. അപ്പോൾ അതൊരു ഫാക്ടറാണ്. സാധാരണഗതിയിൽ ഇവിടെയൊക്കെ നല്ലൊരു വേവ് BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ഫൈനൽ അനാലിസിസ് ആണ്.